ഇപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫേസ് അതിൻ്റെ കരട് രൂപമിറക്കി 10 ദിവസക്കാലം പരാതി കേട്ടു. പരാതിയെ തുടർന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും മറ്റുദ്യോഗസ്ഥന്മാരും നേരിട്ട് പരിശോധന നടത്തി ആദ്യത്തെ ലിസ്റ്റ് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു. ആദ്യത്തെ ലിസ്റ്റ് പൂർണ്ണമായിട്ടും അംഗീകരിച്ച കമ്മിറ്റി തന്നെ ജോൺ മത്തായി പറഞ്ഞതനുസരിച്ച് നോ ഗോ സോണായി മാറ്റിയിട്ടുള്ള പ്രദേശങ്ങളിൽ നോ ഗോ സോണിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ, അതിൽപ്പെട്ട വീടുകൾ ഏതൊക്കെ എന്നറിയുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള കരട് പേര് തയ്യാറാക്കി അതും DDMA 2A ലിസ്റ്റ് എന്ന വിധത്തിലുള്ള കരട് അംഗീകരിച്ചു. എന്നാൽ നോ ഗോ സോണിന് പുറത്ത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ചില കുടുംബങ്ങളുണ്ട്. അവരെ എങ്ങനെ ഉൾപ്പെടുത്തുമെന്നുള്ളതിൻ്റെ മാനദണ്ഡങ്ങളിൽ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് 2B ലിസ്റ്റ് പുറത്തിറക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സർക്കാർ തീരുമാനിച്ചു. ഇവിടെ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ദുരന്തബാധിതരുടെ ലിസ്റ്റല്ല തയ്യാറാക്കുന്നത്. ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ്. വീടുകൾ നഷ്ടപ്പെട്ടവരുടെയും അങ്ങോട്ട് പോകാൻ പറ്റാത്തവരുടെയും ലിസ്റ്റാണ്. ഓരോന്നിനും അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരാളെ കുറിച്ച് ഞങ്ങൾ പരിശോധിച്ചു. ആ ലിസ്റ്റിൽ അദ്ദേഹത്തിന് വീട് നഷ്ടപ്പെട്ടിട്ടില്ല. ഓരോ ഘട്ടത്തിലും നമ്മളെ സഹായിച്ചവരെ നഷ്ടങ്ങൾ എങ്ങനെ എന്ന് പരിശോധിക്കാൻ വിവിധ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടതിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. മരണപ്പെട്ടയാളുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി എക്സ്ട്രാ സംവിധാനങ്ങളായി വരും. അവർക്ക് ചികിത്സയാണ് ആവശ്യമെങ്കിൽ തുടർ ചികിത്സ ലഭ്യമാക്കും. ജീവനോപാധികളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ജീവനോപാധികൾ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. നമ്മളെല്ലാവരും കൂട്ടായിട്ടാണ് ഈ പരിശ്രമം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഫേസായി തയ്യാറാക്കുന്നതും സെക്കൻഡ് ഫേസായി തയ്യാറാക്കുന്നതുമായിട്ടുള്ള ലിസ്റ്റ് പൂർണ്ണമായിട്ടും ദുരന്തത്തിൽ നേരിട്ടിടപെട്ട് വീട് നഷ്ടപ്പെട്ടവർ, ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്ത പ്രദേശത്തിനോട് ചേർന്നാണ് ഗോസോണാണ്. പക്ഷേ അവർക്ക് ഐസൊലേറ്റഡായി മാറപ്പെട്ട ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് 2B ലിസ്റ്റ് ഇറക്കുന്നത്. അതുകൊണ്ട് ആ വിധത്തിൽ ദുരന്തബാധിതരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തിറക്കുകയാണ്. എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആണ് പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ നാം ഏറ്റെടുക്കാൻ പോകുന്നത്. അത് കൽപ്പറ്റ നഗരത്തിൻ്റെ നേരെ നടുവിലാണ്. നെടുമ്പാലയേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൂടുതൽ വീടുകൾ എടുക്കാൻ പറ്റുന്ന സ്ഥലം എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആണ് എന്ന് കാണുകയുണ്ടായി. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ 5 സെന്റ് ഭൂമി കൊടുക്കുന്നു എന്നതായിരുന്നു ഒരു പ്രശ്നം. പക്ഷേ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ കുറെ കൂടി സൗകര്യം വേണം എന്ന് കണ്ടു. ഫിസിക്കൽ സർവേ നടത്തി കൂടുതൽ സ്ഥലങ്ങൾ ആ എസ്റ്റേറ്റിൽ അക്വയർ ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിൽ 5 സെന്റിൽ നിന്ന് 7 സെന്റായി അത് വർദ്ധിപ്പിക്കാനും 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് തന്നെ 7 സെന്റിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോടെ നിർമ്മിച്ചു കൊടുക്കാനും വേണ്ടി തീരുമാനിച്ചു.